ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലഞ്ച് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഒരു മീൻകറിയാണ്. പരവ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് തേങ്ങ അരച്ചൊരു മീൻകറി വയ്ക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് പരവ. അതെപ്പോഴും ഒന്നും കിട്ടത്തില്ല, വല്ലപ്പോഴുമൊക്കെ ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. തേങ്ങ അരച്ച് കുടംപുളിയൊക്കെ ചേർത്തൊരു കറി. എൻ്റെ അമ്മയ്ക്ക് പച്ചക്കരച്ച് വെക്കാമെന്ന് പറയും. അപ്പം അങ്ങനൊരു കറി വയ്ക്കാം. പിന്നെ നമുക്ക് പയർ സ്വല്പം മെഴുക്കുവരട്ടി വെക്കാം. കാരണം തേങ്ങ അരച്ച കറിയില്ല, അപ്പോൾ ഇനി തോരൻ വെക്കേണ്ട, മെഴുക്കുവരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയറൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ പയർ ഇടയ്ക്ക് കുറച്ചൊന്ന് വാടിപ്പോയി, അപ്പോൾ അതിനകത്തെ നമ്മുടെ പയർ മണി എടുക്കേണ്ടി വരും. അപ്പോൾ ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം മീൻകറിയുടെ ഒപ്പം തന്നെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഒരു സാലഡ് ഉണ്ടാക്കാം. പിന്നെന്താണ്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു മോര് കാച്ചിയ തിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ മീൻകറി ഉള്ളപ്പം പ്രത്യേകിച്ച് വലിയ ഒഴിച്ചു കറിയുടെ കാര്യമൊന്നും വേണ്ടല്ലോ. അപ്പോൾ മീൻകറിക്ക് വേണ്ട ഇഞ്ചിയും ഉള്ളിയൊക്കെ ഞാൻ ഒരുക്കി വെച്ചു. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് ചെറിയുള്ളി ഇഞ്ചിയും ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇഞ്ചി അരയ്ക്കാനും ചേർക്കും, പിന്നെ കുറച്ച് ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിടുകയും ചെയ്യും. എന്തോ എനിക്ക് മീൻകറിക്ക് അങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. അങ്ങനെ രണ്ടും ചെയ്യുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് തോന്നിക്കും. അതുമാത്രമല്ല, എനിക്ക് ഈ മീൻകറിക്കകത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞിട്ട് അത് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് കുടംപുളിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കാം. കുടംപുളി വെള്ളത്തിലിട്ട് വെക്കണം എന്നൊക്കെയാണ്, പക്ഷേ ഞാനങ്ങനെ വെക്കാനൊക്കെ അങ്ങ് മറന്നു പോവും. അപ്പോൾ ഞാനത് നേരിട്ടങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കുടംപുളി എടുത്തു വെച്ചു. പിന്നെ ഇഞ്ചി ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് അരിഞ്ഞ് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മീൻകറി വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പയർ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് അത് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആയി പോകും, കാരണം അത് കുറച്ച് സമയം വേണം. അപ്പം ഞാൻ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉലുവ, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം, ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് ഇനി തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഇതിനകത്ത് തന്നെ ചേർക്കണം ഇപ്പം. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം മീനിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ബാക്കി പയറുമൊക്കെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് പരവയുടെ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരിച്ചിരി വലിയ പരവയായിരുന്നു, അപ്പോൾ ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഗ്രേവി ഇനി ആവശ്യമുണ്ടെങ്കിൽ ശകലം കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മീനിൽ നിന്ന് തന്നെ ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങും, അപ്പോൾ ഏകദേശമൊക്കെ കറക്റ്റ് ആകും വെന്ത് കഴിയുമ്പോഴത്തേനും. ഇനി നമുക്ക് പയറും കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഉള്ളിയൊന്നും മൂപ്പിച്ചിടത്തില്ല. പയർ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ ചേർത്ത് വേവിച്ച് വെന്ത് കഴിഞ്ഞ് ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ പയർ വെച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ മീൻ കറി ഏകദേശം ഒക്കെ റെഡിയായി, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. കാരണം അപ്പോൾ ചെറുതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ തക്കാളിയും സബോളയും പച്ചമുളകും കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടങ്ങ് നന്നായിട്ട് ചോപ്പറിലിട്ടങ്ങ് ചെറുതായിട്ടങ്ങ് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പും തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡിയാകും. അപ്പോൾ നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി പയറൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. മീൻകറിയും സാലഡും എല്ലാം റെഡിയായി. മോര് കാച്ചിയത് ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയും ചോറുണ്ടാൽ മാത്രം മതി. അപ്പോൾ മീൻകറി ഇതുപോലെ കുറച്ച് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ടിരിക്കും ഉണ്ണാറാവുമ്പോഴത്തേക്കിനും. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അടച്ച്. അപ്പോൾ പയർ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ബർണറിലേക്ക് മാറ്റി വെക്കാം. അതപ്പോൾ പെട്ടെന്ന് ഇനി വെള്ളമൊക്കെ വറ്റി ഒന്ന് മൂത്ത് വന്നോളും. ഞാൻ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ വറ്റി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങ് അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പയർ മെഴുക്കുവരട്ടിയും റെഡിയായി. അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ റെഡിയായി. അപ്പോൾ നമുക്കിനിയും ചോറ് വിളമ്പാം. മെഴുക്കുവരട്ടി ഉണ്ടോ ഈ ഒരു പരുവത്തിൽ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിങ്ങനെ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.